മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയ്ക്ക് സ്റ്റാൻലി സ്നേഹനികേതനം എന്ന അനാഥാലയം മേടിച്ചു കൊടുക്കുന്നു. അതിനോടൊപ്പം സ്റ്റാൻലി ഒരു കരാറും കൂടെ അലീനയോട് പറയുന്നു. ഞാൻ പറയുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് സ്റ്റാൻലി അലീനയോട് പറയുകയാണ്. പപ്പയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് അലീന സ്റ്റാൻലിക്ക് വാക്ക് കൊടുക്കുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബബിത തന്റെ മൊബൈൽ ഫോണുമായി ബാലചന്ദ്രന്റെ അടുത്തെത്തി. ഫോൺ അയാളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, അലീന ചേച്ചി അച്ഛാ. എന്താ വിശേഷം? അലീന ചേച്ചി ഓർഫനേജിലേക്ക് തിരിച്ചു പോവാണത്രേ. ബാലചന്ദ്രൻ കിടക്കയിൽ ഇരുന്നിട്ട് ബബിതയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അലീനോട് സംസാരിച്ചു. അച്ഛാ, അവള് പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ നാളെ പോണ പോലെയാ അവളുടെ പറച്ചിൽ. അലീന അയാളോട് പറഞ്ഞു. ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. കാട് പിടിച്ച പോലെ കിടക്കുന്ന ഒരു സ്ഥലമാ ഇപ്പം അത്. അത് വെട്ടിത്തെളിക്കണം, കെട്ടിടം പുതുക്കണം, പെയിന്റ് അടിക്കണം, ഷെഡ് ഉണ്ടാക്കണം, ഫർണിച്ചർ എല്ലാം വാങ്ങണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. നിന്നെ കെട്ടിച്ചു വിടുന്നതായിരുന്നല്ലോ ലാഭം, ബാലചന്ദ്രൻ ഫോണിലൂടെ പറഞ്ഞു. അതുകൊണ്ടല്ലേ അച്ഛാ ഞാൻ കെട്ടാത്തത്. പളുങ്ക് ചിതറുന്ന പോലെ അലീനയുടെ ചിരി ബബിത ഫോണിൽ കേട്ടു. എന്തൊരു സന്തോഷമാണെന്നറിയോ അലീന ചേച്ചിക്ക്. എന്താ ചിരിയും വർത്തമാനം. നമ്മളെയൊക്കെ ഇവിടെ ഇട്ടിട്ട് രക്ഷപ്പെടുന്നതിന്റെ സന്തോഷമാ. ബബിത അച്ഛൻ്റെ അടുത്ത് പരാതിപ്പെട്ടു. അവൾ എന്താ അച്ഛ പറയണേ? അലീനയുടെ ചോദ്യവും ബബിത കേട്ടു. അവൾക്ക് നിന്റെ ഉത്സാഹം തീരെ പിടിക്കുന്നില്ല. എന്നോടും കുറെ പരിഭവം പറഞ്ഞു. സാരമില്ലച്ചാ, ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം. അച്ഛൻ എന്നെ സഹായിക്കണേ. എന്നാൽ എനിക്ക് സ്നേഹനികേതനം തുടങ്ങാൻ പറ്റൂ. ഇതിനു വേണ്ടിയാണല്ലോ നിനക്കെന്താ വേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോഴൊക്കെ ഇപ്പോഴൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയത്. ഇനി പറ, നിനക്കെന്താ വേണ്ടത്? എന്ത് തരാൻ പറ്റും അച്ഛന്? നീ ചോദിക്ക്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചർ തരാമോ? എന്തൊക്കെയാ വേണ്ടത്? കട്ടിൽ, മേശ, കസേര, ഡെസ്ക്, ബെഞ്ച്, അലമാര, ടീപ്പോ, ഇത്രയൊക്കെ മതി. ഓരോന്ന് വീതമല്ല കേട്ടോ. കട്ടിലൊക്കെ ഞങ്ങൾക്ക് ആള് വരുന്നതിനനുസരിച്ച് മതി. ആദ്യം ഒരു 15 എണ്ണം. വലിയ വിലവെടുപ്പുള്ളതോ ഡബിൾ കോട്ടോ ഒന്നും വേണ്ട. സിംഗിൾ കോട്ട് മതി. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറെ രൂപ ഇറങ്ങുമേ. ആ, ഞാൻ നോക്കട്ടെ. അച്ഛനും വരണം കേട്ടോ. അറ്റകുറ്റപ്പണിയൊക്കെ നോക്കാനും അഭിപ്രായം പറയാനും പുതിയ ഐഡിയ വല്ലതുമുണ്ടെങ്കിൽ തരാനും. ഇനി അങ്ങോട്ട് ഓർഫനേജുമായിട്ട് കഴിഞ്ഞുകൂടിയാൽ മതിയോ നിന്റെ കല്യാണക്കാരുമാ ഞാൻ സൂചിപ്പിക്കുന്നേ. അത് നടത്താം അച്ഛാ. നീ ഇവിടെ ഉള്ളപ്പോ നടക്കാത്തതാണോ? ഇനി വലിയ ഉത്തരവാദിത്തത്തിലേക്ക് മാറിക്കഴിയുമ്പം. ഇപ്പം ഇങ്ങനെ പറയുന്ന അച്ഛൻ എന്റെ കല്യാണത്തിന് അതിശയിക്കും. ഇവളെന്ന് പറഞ്ഞത് ചുമ്മാതല്ലല്ലോ എന്ന്. ഓക്കെ, നിന്നോട് തർക്കത്തിനില്ല. ഏതായാലും എന്റെ എല്ലാ സഹായങ്ങളും നിനക്കുണ്ടാവും. വയ്ക്കട്ടെ. ശരി അച്ഛാ. ബാലചന്ദ്രൻ ഫോൺ ബബിതയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. അലീന 3 തലയണകൾ ഒന്നിനു മീതെ ഒന്നായി വെച്ച് ചാരിക്കിടക്കുകയായിരുന്നു. അവളുടെ വയറ്റത്ത് തലവെച്ച് ടെൽസയും കിടപ്പുണ്ട്. ടെൽസയോട് എന്തോ കഥ പറയുകയായിരുന്നു അലീന. അപ്പോഴാണ് ഫോൺ കോൾ. ടെൽസ ഫോൺ എടുത്തു കൊടുത്തു. മനുശങ്കറിന്റെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു. ഹലോ മനുവേട്ട. ഫോൺ കാതിലേക്ക് ചേർക്കുന്നതിനിടയിൽ തന്നെ അലീന വിളിച്ചു. എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ അലീന. ഞാൻ അത്രയ്ക്ക് അന്യനായി പോയോ? അയ്യോ സോറി മനുവേട്ട. സത്യം പറഞ്ഞ മനുവേട്ടൻ വിശ്വസിക്കില്ല. ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. അത് നുണ. അന്ന് ആന്റിയെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്നേഹനികേതനത്തിൽ പോയില്ലേ? അന്നേ നീ കോൺവെന്റ് സിസ്റ്റേഴ്സിനോട് ചോദിച്ചിരുന്നല്ലോ അത് വിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന്. അപ്പോഴേ മനസ്സിൽ ഇങ്ങനൊരു പ്ലാൻ ഇല്ലായിരുന്നോ? 1.5 വർഷം മുൻപ് സ്നേഹനികേതത്തിൽ നിന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മനുവേട്ട. ആ, എന്തൊക്കെയായാലും എന്നോടൊരു അഭിപ്രായമെങ്കിലും ചോദിക്കായിരുന്നു നിനക്ക്. മനുവേട്ട, പപ്പ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലെന്നേ. ഇന്ന് സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നപ്പോഴാ ഞാൻ പോലും അറിഞ്ഞത് രജിസ്ട്രേഷൻ നടത്താൻ പോവാണെന്ന്. നീ അങ്ങോട്ട് ആവശ്യപ്പെടാതെ പപ്പ വാങ്ങിത്തരുവോ? ഇല്ലല്ലോ. ഞാൻ ആവശ്യപ്പെട്ടപ്പോ പപ്പ എന്നെ വഴക്ക് പറയുക ചെയ്തത്. അല്ലാതെ പപ്പ എന്നോടൊന്നും സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോ ഇനി സ്നേഹനികേതനവും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാ പ്ലാൻ അല്ലേ? അല്ലാതെ എന്ത് ചെയ്യും ഞാൻ? കുറച്ചു നിമിഷത്തേക്ക് മനുശങ്കറിന്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഒടുവിൽ അലീനെ വിളിച്ചു. മനുവേട്ട, ഞാൻ ലൈനിലുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. മനുവേട്ടൻ എൻ്റെ അടുത്ത് പിണങ്ങല്ലേ? എങ്കിൽ നീ പറ, എന്റെ കാര്യം എങ്ങനെയാ? ഞാൻ എന്തു ചെയ്യണം? എനിക്കറിയില്ല. ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും കാത്തിരുന്നത്? ഇപ്പൊ എനിക്ക് വേറൊന്നും പറയാനില്ല മനുവേട്ട. മകൾക്ക് സ്നേഹനികേതനം വാങ്ങിത്തന്നിട്ട്
പപ്പ പകരം മകളോട് ഒരു വാക്ക് വാങ്ങി രജിസ്റ്റർ ചെയ്തെന്നറിഞ്ഞു. പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തില്ലെന്ന്. അങ്ങനെയല്ല മനുവേട്ടാ. പപ്പ എനിക്കൊരു മൊട്ടുസൂചി പോലും വാങ്ങി തന്നില്ലെങ്കിൽ ശരി, പപ്പ ആവശ്യപ്പെട്ടാൽ ഞാൻ അങ്ങനൊരു വാക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്നെ വേണ്ട, ഞാനിനി കാത്തിരിക്കേണ്ടെന്ന് അർത്ഥം. പപ്പ എനിക്കും വാക്ക് തന്നിട്ടുണ്ട്, എനിക്കിഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന് നിർബന്ധിക്കില്ലെന്ന്. നിനക്ക് വിവാഹം കഴിക്കാതെയും ജീവിക്കാം. ഓർഫനേജും അനാഥ കുഞ്ഞുങ്ങളും അനാഥരാകുന്ന അച്ഛനമ്മമാരും ഒക്കെയുണ്ടല്ലോ. കാത്തുകാത്തിരുന്ന് ഒടുവിൽ ആരുമില്ലാതാകുന്നത് എനിക്കായിരിക്കും. എന്നെ വിശ്വാസമില്ലെങ്കിൽ മനുവേട്ടൻ വേറൊരു കല്യാണം കഴിച്ചോ, കാത്തിരിക്കണ്ട. ഓ, താങ്ക്സ്. ഇതൊന്ന് എഴുതി സെൽഫ് അറ്റസ്റ്റ് ചെയ്തു തരണേ. നിന്റെ അനുമതി പത്രം കിട്ടാഞ്ഞിട്ടാ ഞാൻ ഇതുവരെ കല്യാണം കഴിക്കാതിരുന്നത്. മനുവേട്ടന് ഇപ്പൊ തന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകും? ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെ വേണ്ടേ? മനുവേട്ടനെ മനസ്സിലാക്കിയത് കൊണ്ടാ എനിക്ക് അരുതെന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ എന്നോട് തന്നെ മാപ്പ് പറഞ്ഞ് എന്റെ മനസാക്ഷിയെ കൊണ്ട് അംഗീകരിപ്പിച്ചത്. അതുമാത്രം മതിയോ? അതിനൊരു ഫലം ഉണ്ടാകണ്ടേ? ക്ഷമയുണ്ടെങ്കിലേ ഫലം ഉണ്ടാകൂ മനുവേട്ടാ. എന്താ ഉറപ്പ്? എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നന്മയിലുള്ള ഉറച്ച വിശ്വാസം മാത്രമാ എനിക്ക് ഗ്യാരണ്ടി. അലീന, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുൻപ്. ഇങ്ങനെയൊന്നും നീ സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ കടപ്പാട്ടൂര് വീട്ടിൽ വെച്ച് നിന്നെ കാണുമ്പം അവിടെ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന വീട്ടുവേലക്കാരി മാത്രമായിരുന്നു നീ. ഇപ്പം നീ ഒരുപാട് വളർന്നു. അച്ഛനും അമ്മയും പപ്പയും കൂടപ്പിറപ്പുകളും ബന്ധുബലവും സ്വത്തുബലവും എല്ലാം ഉണ്ടായി. ഞാൻ എന്നും ഒരു വീട്ടുവേലക്കാരിയെ മാത്രം കഴിയണമെന്നായിരുന്നു മനുവേട്ട. ഞാൻ വളർന്നെങ്കിൽ, എനിക്ക് ഈ ബന്ധുജനങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ അത് മനുവേട്ടനും കൂടി സഹായിച്ചിട്ടല്ലേ. ഇപ്പം ഞാൻ സ്നേഹനികേതനം ഏറ്റെടുത്തതാണോ മനുവേട്ടന് ദേഷ്യമായി പോയത്? അതുതന്നെയാണ്. സ്നേഹനികേതനം നിന്റെ മനോഭാവമാണ്. വേറൊരു വഴിയാണത്. വേറൊരു ജീവിതമാണ്. വേറൊരു ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുത്ത് കഴിയുമ്പം നീ ഒരുപാട് പ്രശ്നങ്ങളുള്ള വേറൊരാളായി മാറിപ്പോകുമെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ ഫ്രീ ആയിട്ട് കിട്ടണം. നിന്റെ ജീവിതത്തിന്റെ ഒരു കോണിലേക്ക് ഞാനല്ല, മറിച്ച് എന്റെ ജീവിതത്തിലേക്ക് നീയാണ് വരേണ്ടത്. അനാഥ കുഞ്ഞുങ്ങളിലല്ല എന്റെ സന്തോഷവും പ്രതീക്ഷയും. എനിക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളിലാണ്. രണ്ടും കൂടി ഒത്തുപോവില്ല. അലീന ഹൃദയവ്യതയോടെ മൗനമായി നിന്നു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വേറൊന്നുമില്ല മനുവേട്ട. അവളുടെ കണ്ടമിടറി. താങ്ക്സ്. അടുത്ത നിമിഷം ഫോൺ കട്ടായി. അലീന ഫോൺ കയ്യിൽ പിടിച്ച് അല്പനേരം ഇരുന്നു. അവൾക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കരയണമെന്ന് തോന്നി. ബാത്റൂമിൽ കയറി വാതിലടച്ചു. സ്നേഹനികേതനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്റ്റാൻലിയുടെ ചുമതലയിലാണ് ജോലി നടക്കുന്നത്. ഒരു സൂപ്പർവൈസറെ വച്ചിട്ടുണ്ട്. പഴയ സ്നേഹനികേതനത്തിന്റെ അതേ രൂപരേഖയിൽ തന്നെ കെട്ടിടവും ഷെഡും പുതുക്കിയെടുക്കുകയാണ്. അലീനയും സ്റ്റാൻലിയും ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴക്കൂട്ടത്ത് പോയി അവിടെ നടക്കുന്ന പണി നിരീക്ഷിച്ചു പോന്നു. അലീന സ്നേഹനികേതനം ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന വിവരം കൊല്ലപ്പള്ളിക്കാരും അറിഞ്ഞു. രണ്ടു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. ശിവശങ്കരന് അതിനോട് വിയോജിപ്പായിരുന്നു. പക്ഷെ ഗംഗാധരൻ അലീനയെ അനുകൂലിച്ച് സംസാരിക്കുകയും അവൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് ശിവശങ്കരനോട് പറയുകയും ചെയ്തു. കമലയ്ക്ക് ഇതിനോടെല്ലാം പുച്ഛമായിരുന്നു. എന്നാൽ സൗദാമിനി അമ്മ തന്റെ പേരക്കുട്ടി ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം തുടങ്ങുന്നെന്നറിഞ്ഞ് അളവറ്റ് സന്തോഷിച്ചു. അവൾ വേണം അത് നടത്താൻ. അവൾക്കേ അറിയൂ അനാഥ കുഞ്ഞുങ്ങളുടെ വിഷമം, സൗദാമിനി അമ്മ ശിവശങ്കരനോട് പറഞ്ഞു. ഗംഗാധരൻ അലീനയെ ഫോണിൽ വിളിച്ച് സ്നേഹനികേതനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് സവിസ്തരം ചോദിച്ചറിഞ്ഞു. 1,00,000 രൂപയുടെ ഒരു ചെക്ക് അയാൾ അവൾക്ക് അയച്ചു കൊടുത്തു. ഗംഗാധരൻ അത്രയും കൊടുത്തുവെന്നറിഞ്ഞ് ശിവശങ്കരൻ 50,000 രൂപയുടെ DD അയച്ചു കൊടുത്തു. രേവതിക്കുട്ടി മാമച്ചനെയും ഗ്രേസമ്മയെയും ഷെറിനെയും ചിന്നുമോളെയും കൂട്ടി അലീന കഴക്കൂട്ടത്ത് വരുന്ന ദിവസം നോക്കി സന്ദർശനത്തിനെത്തി. സ്നേഹനികേതനത്തിന്റെ അവസാന മിനുക്കുപണികൾ നടക്കുകയായിരുന്നു. ഗ്രേസമ്മ 1000 കറൻസി 2 കെട്ടുകൾ അലീനയെ ഏൽപ്പിച്ചു. ഈ ഓർഫനേജിൽ നിന്നാണ് രേവതിക്കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇതുപോലൊരു ഓർഫനേജാണ് എന്റെ മോന്റെ കുഞ്ഞിനെയും ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അവർക്ക് 2 പേർക്കും വേണ്ടിയാ ഞങ്ങളിത് തരുന്നത്. ആനന്ദാശ്രുക്കളോടെ അലീന അത് വാങ്ങി. സ്നേഹനികേതനത്തിന് ആവശ്യമായി വരുന്ന ഫർണിച്ചറിന് ഓർഡർ കൊടുത്ത് പണിയിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ. സ്റ്റാൻലിയുടെ അനുജന്മാരും അലീനയെ പല വിധത്തിൽ സഹായിക്കുകയുണ്ടായി. സാന്ദ്രയും ജോസുകുട്ടിയും ചേർന്ന് കുട്ടികളുടേതായ ഒരു ഫണ്ട് പിരിവ് നടത്തുന്നുണ്ടായിരുന്നു. ഔതക്കുട്ടിച്ചായൻ 25,000 രൂപ അലീനയുടെ പ്രസ്ഥാനത്തിലേക്ക് സംഭാവന നൽകി. സ്നേഹനികേതനത്തിന്റെ പണികൾ മിക്കവാറും പൂർത്തിയായി. അലീന തിരിച്ചു പോകാൻ നിശ്ചയിച്ച ദിവസം അടുത്തു വന്നുകൊണ്ടിരുന്നു. ഇനി നമ്മൾ കാണുന്നത് വൈജയന്തിയുള്ള ആശ്രമമാണ്. ഗുരുപ്രഭാഷണം നടക്കാറുള്ള ഹാളിലേക്ക് ആളുകൾ വന്നെത്തിക്കൊണ്ടിരുന്നു. വൈജയന്തി പതിവ് സ്ഥലത്ത് തന്നെ
നേരത്തെ സ്ഥാനം പിടിച്ചു. പ്രഭാഷണ വേദിയിലേക്ക് ഗുരു എത്തി. പ്രസംഗത്തിന്റെയോ പ്രഭാഷണത്തിന്റെയോ മുന്നൊരുക്കവും ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന മട്ടിലുള്ള ചേഷ്ടകളുമില്ലാതെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് പോലെ ഗുരു പ്രഭാഷണം ആരംഭിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം പ്രാർത്ഥനയും കർമ്മവും എന്നതാണ്. എന്താണ് കർമ്മം? എന്താണ് പ്രാർത്ഥന? ചിലർക്ക് ഈശ്വരനോട് പരാതി പറയാനുള്ള ഉപാധിയാണ് പ്രാർത്ഥന. വേറെ ചിലർക്ക് തരണേ തരണേ എന്ന് നിലവിളിക്കാനുള്ള എളുപ്പവഴി. മറ്റു ചിലർക്ക് എനിക്ക് തന്നില്ലെങ്കിൽ വേണ്ടില്ല, അവന് കൊടുക്കല്ലേ എന്ന് കരാറ് കെട്ടാനുള്ള വേദി. ഇനിയൊരു കൂട്ടർ ദൈവം വലിയവനാണെന്ന് പുകഴ്ത്തും, ദൈവത്തിന്റെ മഹിമയെ സ്തുതിക്കും. എന്നിട്ട് സൂത്രത്തിൽ തങ്ങളുടെ ചില കാര്യങ്ങൾ നടത്തിത്തരണേ എന്ന് അപേക്ഷിക്കും. മനുഷ്യനെ പുകഴ്ത്തി പറഞ്ഞ് കാര്യം നേടുന്നത് പോലെ ഈശ്വരന്റെ അടുത്തും കാര്യം സാധിക്കാമെന്നാണ് ഭൂരിപക്ഷം പേരുടെയും ധാരണ. ഈശ്വരൻ നമ്മുടെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോലെ തന്നെ ബുദ്ധിഹീനനാണ്. അഥവാ മനസ്സിലാക്കിയാൽ തന്നെ പുകഴ്ത്തുന്നത് കേട്ട് എല്ലാം മറന്ന് ഞെളിയുന്നവനാണ് എന്ന മട്ടിലാണ് പല ആചാരങ്ങളും പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്കു പകരം ഭക്തിയുടെ അഭ്യാസങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ലോകത്ത് ചികിത്സിക്കാൻ പണമില്ലാതെ രോഗികളും വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ കുഞ്ഞുങ്ങളും തണുപ്പകറ്റാൻ ഒരു കമ്പിളിക്കീറില്ലാതെ അനാഥ വൃദ്ധരും പിടഞ്ഞു മരിക്കുമ്പോൾ കൊട്ടാര സദൃശ്യമായ ആരാധനാലയങ്ങൾ പണിതുയർത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിക്കുന്ന ആ പടുകൂറ്റൻ എടുപ്പുകൾ ലക്ഷ്യമിടുന്നത് നേർക്കാഴ്ചകളും ഭണ്ഡാരപ്പെട്ടികളും അടങ്ങുന്ന വമ്പൻ ബിസിനസ്സാണെന്ന് നമ്മളിൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഭക്തൻ കൊണ്ടുവന്നിരിക്കുന്ന നേർച്ചക്കാഴ്ചകളെപ്പറ്റി ഈശ്വരനെ ധരിപ്പിച്ച് സ്വാധീനിച്ച് ഉദ്ദിഷ്ടകാര്യം സാധിപ്പിച്ചു കൊടുക്കുന്ന ഏജന്റുമാരായി മാറിയിരിക്കുന്നു ഈ ലോകത്ത് ജീവിച്ചു മൺമറഞ്ഞ പുണ്യാത്മാക്കൾ. പ്രാർത്ഥന എന്നത് അവനവന്റെ ഭൗതികമായ കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള പരാതിയും നിലവിളിയും പരിവേദനങ്ങളുമായി മാറിപ്പോയിരിക്കുന്നു. എന്റെ കഷ്ടപ്പാട് നീക്കി തരണമേ, എന്റെ മകന് ജോലി നേടിത്തരണമേ, എന്റെ മക്കളുടെ കല്യാണം നടത്തി തരണമേ, എന്റെ കൃഷി നൂറുമേനി വിളയണമേ, എന്റെ കച്ചവടം കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കണമേ എന്നിങ്ങനെയുള്ള നിലവിളികളൊന്നും പ്രാർത്ഥനയാകുന്നില്ല. ഭൗതിക നേട്ടങ്ങൾ കരസ്ഥമാക്കാനുള്ള ആർത്തനാദം മാത്രമാണത്. പിന്നെ എന്താണ് പ്രാർത്ഥന? ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി അവനവന്റെ കർമ്മം ചെയ്യുക. ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി വയലിൽ കിളയ്ക്കുന്നവൻ പ്രാർത്ഥനാ നിരതനാണ്. ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി വ്യാപാരം നടത്തുന്നവൻ പ്രാർത്ഥനാ നിരതനാണ്. ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി ഏതേത് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവനും പ്രാർത്ഥനാ നിരതനാണ്. കർമ്മത്തിൽ കാപട്യം കാട്ടുന്നവൻ എത്ര വ്രതാനുഷ്ഠാനം നടത്തിയാലും എത്ര കാണിക്കെറിഞ്ഞാലും എത്ര നിലവിളിച്ചാലും അത് പ്രാർത്ഥനയല്ല, മറിച്ച് കൈക്കൂലിയും പുകഴ്ത്തലുമായി ഈശ്വരനെ പ്രലോഭിപ്പിക്കാനുള്ള പാപഭംഗിലമായ പാഴ്ശ്രമം മാത്രമായി തീരുന്നു. അതേസമയം ഈ ജന്മത്തിൽ അവനവന്റെ കർമ്മം വിശുദ്ധമായി ആചരിക്കുന്നവൻ പ്രപഞ്ച മനസ്സായ ഈശ്വരനേക്ക് തടസ്സങ്ങളില്ലാതെ എത്തിച്ചേരുന്നു. ഈശ്വരനോട് അടുത്തിരിക്കുന്നവർ പുരോഹിതന്മാരും സന്യാസികളും സന്യാസിനികളും മാത്രമാണെന്ന് സാധാരണ ജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നു. ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി വാലിൽ കിളക്കുന്നവനേക്കാൾ ഒരു ഇഞ്ച് പോലും അടുത്തിരിക്കുന്നവനല്ല സന്യാസം സ്വീകരിച്ച ഞാൻ. ഏകാഗ്രതയും വിശുദ്ധിയുമുള്ള ഏത് കർമ്മവും ഈശ്വരധ്യാനമാണെന്നിരിക്കെ സന്യാസത്തിനോ പൗരോഹിത്യത്തിനോ മറ്റുള്ളവയേക്കാൾ യാതൊരു മേന്മയും അവകാശപ്പെടാനില്ല. സന്യാസം ഒരു നിയോഗം മാത്രമാണ്. അനേകായിരം കർമ്മമണ്ഡലങ്ങളിൽ ഒന്നു മാത്രമാണ്. ഈശ്വരനോട് അടുക്കാൻ സന്യാസവും ഈശ്വര പ്രീണനവും മാത്രമാണ് ഒരേയൊരു വഴി എന്ന് കരുതി എല്ലാ മനുഷ്യരും സന്യാസം സ്വീകരിച്ചാൽ എന്തായിരിക്കും ഫലം? ലോകത്തിന്റെ കർമ്മമണ്ഡലങ്ങൾ നിശ്ചലമാകും. ജീവിതയന്ത്രം നിലയ്ക്കും. കൃഷിഭൂമികൾ തരിശു നിലങ്ങളാകും. വംശാവലി നാമാവശേഷമാകും. വയലിൽ ഉഴുതുമറിക്കുന്നവൻ കലപ്പ അവിടെ ഉപേക്ഷിച്ച് ദേവാലയവാസിയായി മാറിയാൽ അത് പ്രാർത്ഥനയാകുന്നില്ല. ഫാക്ടറി തൊഴിലാളി യന്ത്രങ്ങൾ നിർത്തിവെച്ചിട്ട് കാവി ധരിച്ച് ഭജനമിരുന്നാൽ അത് പ്രാർത്ഥനയാകുന്നില്ല. കുടുംബനാഥൻ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചാലും അത് ഈശ്വര സാക്ഷാത്കാരമാകുന്നില്ല. ഒരുവന്റെ കർമ്മം എവിടെയാണോ അവശേഷിക്കുന്നത് അവിടെ എത്തി ആ പ്രാർത്ഥന ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി പൂർത്തീകരിക്കുന്നവന് മാത്രമേ ഈശ്വര ചൈതന്യമാകുന്ന ഹൃദയ സമാധാനവും ആത്മീയാനന്ദവും ലഭിക്കുകയുള്ളൂ. അതുവരെ അവന്റെ കർമ്മം ശിശുരോധനം പോലെ അവന്റെ മനസാക്ഷിക്കുള്ളിൽ കിടന്ന് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഗുരു പ്രഭാഷണം അവസാനിപ്പിച്ചു. ഹാളിലുണ്ടായിരുന്ന ചിലർ എഴുന്നേറ്റുപോയി. മറ്റു ചിലർ അവിടെ തന്നെ ഇരുന്നു. ആരോ തന്റെ തോളിൽ സ്പർശിച്ചതുപോലെ വൈജയന്തിക്ക് തോന്നി. അവൾ അതുവരെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. വൈജയന്തി നോക്കിയപ്പോൾ അഭയാംബിക അരികെ നിൽക്കുന്നത് കണ്ടു. വൈജയന്തി എഴുന്നേറ്റു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഗാർഗി മഠത്തിലേക്ക് നടന്നു.
ഇന്നത്തെ പ്രഭാഷണം നല്ലപോലെ ശ്രദ്ധിച്ചോ? സ്വാമിനി ചോദിച്ചു. ഉവ്, അതെന്നോടായിരുന്നുവെന്ന് തോന്നി, വൈജയന്തി പറഞ്ഞു. എനിക്കും തോന്നി. ഗുരു അങ്ങനെയാണ്. പുറമേ കാണുന്ന മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, അവരുടെ ഉള്ളിലെ മനുഷ്യരോടാണ്. വൈജയന്തി ഒന്നും പറഞ്ഞില്ല. അവർ ഡോർമിറ്ററിയിലെത്തി. ഇപ്പോൾ വളരെ ആശ്വാസം തോന്നുന്നില്ലേ? ഉവ്, വൈജയന്തി പറഞ്ഞു. ഇതൊരു താൽക്കാലിക താവളം മാത്രമാണ്. ചുമടും താങ്ങി തടർന്നു വീഴാറായവർക്ക് ഒന്നിടവയ്ക്കാനുള്ള ഇടം. യാത്ര അവിടെ അവസാനിക്കുന്നില്ല. വൈജയന്തി നടന്നു വന്ന വഴി വേലിക്കല്ലുകളും മുള്ളുകമ്പികളും കൊണ്ട് അടച്ചു വച്ചിട്ട് വന്നിരിക്കുകയാണ്. അത് പാതി വഴിക്ക് മുറിഞ്ഞു നിൽക്കുന്നു. അതിനപ്പുറത്ത് ആളുകൾ കാത്തു കിടക്കുന്നു. വൈജയന്തി ഒന്നും മിണ്ടിയില്ല. ഇരിക്കൂ, സ്വാമിനി പറഞ്ഞു. വൈജയന്തി കിടക്കയിലിരുന്നു. സ്വാമിനി അടുത്തു കിടന്ന സ്റ്റൂളിന്മേലും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ മുറിച്ചിട്ട വഴിക്കപ്പുറത്ത് നിങ്ങൾ ബാക്കി വെച്ചിട്ട് പോന്ന കർമ്മം കാത്തു കിടക്കുന്നു. അത് പൂർത്തിയാക്കാതെ ശാന്തിയില്ല. എത്ര ഭജനമിരുന്നാലും, എത്രമേൽ ഈശ്വരധ്യാനം നടത്തിയാലും, എത്ര പ്രഭാഷണം കേട്ടാലും തിരിച്ചു പോകാതെ നിങ്ങൾക്ക് ഹൃദയസൗഖ്യമില്ല. വൈജയന്തിയുടെ മുഖം താണു. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ജന്മബന്ധങ്ങളും കർമ്മബന്ധങ്ങളും ഈശ്വരന്റെ നിയോഗമെങ്കിൽ അതിനെ നിഷേധിക്കാൻ ആർക്ക് കഴിയും? ജീവിതത്തിൽ എന്നെങ്കിലും നിങ്ങൾക്ക് സ്വന്തം മകളെ കണ്ടേ പറ്റൂ. എന്തിന് അധൈര്യം? അവൾ നിങ്ങളുടെ ഗർഭത്തിൽ ഉരുവായിരുന്നപ്പോൾ അവളെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്, ലാളിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവൾ ഇന്ന് ഗുണവതിയായി പരിലസിക്കുന്നത്. അവളെ നിങ്ങൾ തിരിച്ചറിയാതെ പോയത് നിങ്ങളുടെ തെറ്റല്ല. അതൊരു മുൻജന്മ പാപത്തിന്റെ ശിക്ഷയാവാം. അത് അവളും നിങ്ങളും ഒരുപോലെ അനുഭവിക്കേണ്ടതാകാം. ഇപ്പോൾ തിരിച്ചറിഞ്ഞതും കണ്ടുമുട്ടിയതും ഒരു പുണ്യമായിരിക്കാം. അവൾ വളർന്നു മുതിർന്ന് ഒരു സ്ത്രീയായി തീർന്നെങ്കിലും നിങ്ങൾ മോളെ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ, നിങ്ങളുടെ ഒരു തലോടലേൽക്കാൻ കൊതിക്കുന്ന ഒരു കുഞ്ഞ് ഇപ്പോഴും അവളുടെ ഉള്ളിലിരുന്ന് വിതുമ്പുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. വൈജയന്തി മുഖമുയർത്തി നിറകണ്ണുകളോടെ ദയനീയമായി അഭയാംബികയെ നോക്കി. ഇവിടെയല്ല നിങ്ങളുടെ ശേഷിച്ച ജീവിതം, അതെനിക്ക് മനസ്സിലായി. ആരോ നിങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങളാ വിളി കേൾക്കുന്നുമുണ്ട്. എന്നിട്ടും കേൾക്കാത്ത മട്ടിൽ ഒളിച്ചു പാർക്കുകയാണ്. എല്ലാവരെയും എല്ലാറ്റിനെയും നിസ്സംഗതയോടെ കാണാനുള്ള ആത്മശക്തി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി തിരിച്ചു പോയേ പറ്റൂ. വൈജയന്തി മറുപടി എന്തെങ്കിലും പറയുന്നത് കാത്ത് അഭയാംബിക അല്പനേരം ഇരുന്നു. ശരി, ആലോചിക്കുക. അവർ മുറിവിട്ടിറങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.